പോയില്ലേ? ഓ മനസ്സിലായി. പ്രിൻസിപ്പലിന് സോപ്പിട്ട് വന്നതായിരിക്കും. എന്റെ ക്ലാസ്സിലാണോ നിശാന്ത് പഠിക്കുന്നതെന്നറിയാൻ. ഒരു സംശയരോഗി. ഇയാളെ കൊണ്ട് ഞാൻ തോറ്റു. മഹി. ഏത് മഹി? എടി, ഹി ഈസ് ദ മാൻ. ഞാൻ കല്യാണം കഴിക്കാൻ വന്ന മഹി. ആളൊരു പൊടിക്ക് സുന്ദരനാട്ടോ. പക്ഷേ ആളെന്താ ഇവിടെ? നിന്നെ കാണാനുള്ള കൊതി കൊണ്ട് വന്നതായിരിക്കും. മഹി, മഹേഷ്, ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. മഹി നല്ലൊരു പാട്ടുകാരൻ കൂടിയാണ്. ഹായ്. മഹിയുടെ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റുകളും പരിശോധിച്ചപ്പോഴാണ് ഞാൻ ശരിക്കും ഞെട്ടിയത്. ടോട്ടൽ മാർക്കിൽ നിന്ന് 3-4 മാർക്കിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. ഇയാൾക്ക് റാങ്കോ? നിങ്ങൾക്ക് പഠനത്തിൽ മാതൃകയാക്കാൻ പറ്റുന്ന മഹി ഇനിയുള്ള കുറച്ചുനാൾ ഗസ്റ്റ് ലെക്ചറായി ഇദ്ദേഹം നിങ്ങൾക്ക് ക്ലാസ് എടുക്കും. എന്നാ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. പ്ലീസ് സിറ്റ് ഡൗൺ. അപ്പോ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. സർ, ആദ്യം ഒരു പരിചയപ്പെടലൊക്കെ വേണ്ടേ? എന്നെ പ്രിൻസിപ്പൽ ഇപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പോയിട്ടല്ലേ ഉള്ളൂ. ആള് കൊള്ളാലോ. പൊടി. നിങ്ങളൊക്കെ ഞാൻ പഠിപ്പിക്കുന്നതിനിടയിൽ പരിചയപ്പെട്ടോളാം. ഓക്കെ സർ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രിമിനൽ ലോയെ കുറിച്ചാണ്. ക്രിമിനൽ ലോ ഈസ് ദ ബോഡി ഓഫ് ലോ ദാറ്റ് ഡിഫൈൻസ് ഒഫൻസസ് അഗെയിൻസ്റ്റ് സൊസൈറ്റി ആൻഡ് പ്രിസ്ക്രൈബ്സ് പണിഷ്മെന്റ്സ് ഫോർ ദോസ് ഹു കമ്മിറ്റ് ദം. അതായത് സമൂഹത്തിന് ഹാനികരമോ അപകടകരമോ ആയ പെരുമാറ്റങ്ങളെയും കുറ്റകൃത്യങ്ങളെയും തടയുന്നതിനും അത്തരം കുറ്റങ്ങൾ ചെയ്യുന്നവർക്ക് ശിക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള നിയമ സംവിധാനത്തെയാണ് ക്രിമിനൽ നിയമം എന്ന് പറയുന്നത്. ചിന്നു, സോറി, കല്യാണി മുൻസീറ്റിൽ വന്നിരിക്കേ. നമ്മളെ പിൻബെഞ്ചിലേക്ക് പറഞ്ഞു വിട്ട് അവളതെ വീണ്ടും മുൻബെഞ്ചിലേക്ക് വന്നിരിക്കുന്നു.